റിയ, ഇന്ന് മുതൽ നമ്മൾ അന്വേഷണം തുടങ്ങുകയാണ്. നമ്മുടെ സംശയത്തിനുള്ള മറുപടി ഇന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിയാ, ഇന്ന് നമുക്ക് എല്ലാത്തിനുള്ള മറുപടി കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ഇന്നത്തോടെ ഈ ലോകം വിട്ടു പോകണമെന്നുള്ള സങ്കടം കൂടി എനിക്കുണ്ട്. ഓട്ടെ, അതൊന്നുമില്ല. ഞാൻ എങ്ങനെ മരിച്ചെന്നും എൻ്റെ ട്രിയ എങ്ങനെ നിൻ്റെ കയ്യിലെത്തിയെന്നും എനിക്കറിഞ്ഞേ തീരും. നീ അങ്ങനെയൊന്നും പറയല്ലേ, നമുക്കെല്ലാത്തിനുള്ള പരിഹാരം കാണാം. നീ എൻ്റെ കൂടെ വരുന്നോ അതോ ഞാൻ ഒറ്റയ്ക്ക് പോണോ? നിൻ്റെ കയ്യിൽ ട്രിയയോടൊപ്പമുള്ള ഫോട്ടോ ഇല്ലേ, അത് നീ ആ കടക്കാരന് കാണിച്ചു കൊടുക്ക്. അപ്പോൾ നിനക്ക് എല്ലാത്തിനുള്ള മറുപടി കിട്ടും. ഞാൻ നിൻ്റെ ഒപ്പം വരുന്നില്ല, നീ പോയിട്ട് വാ. ശരി, ഞാൻ ഒറ്റയ്ക്ക് പോകാം. നീ ഭദ്രയെ വീട്ടിലിരിക്കി. ആദ്യം ഞാൻ കടക്കാരനെ പോയി കാണാം. എന്നിട്ട് ആ കടക്കാരൻ എങ്ങനെ ആ പാവനെ കിട്ടിയെന്ന് ചോദിക്കാം. ആ കടക്കാരൻ്റെ അടുത്തേക്ക് പോയിട്ട് ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കാം. കടന്നു വരി നല്ല അടിപൊളി വാ മോളെ. പാ വേണോ? കടന്നു വാ നല്ല അടിപൊളി വാ. ചേട്ടൻ ഇന്നും ഓർമ്മ ഉണ്ടോ? എന്താ മോളെ, എന്താ വേണ്ടേ? അങ്ങനല്ല, ഒരു കാര്യം ചോദിക്കാനാ. എന്താ കാര്യം? അത് ചേട്ടാ, ഞാൻ പണ്ട് ഇവിടുന്ന് ഈ പാവേനെ മേടിച്ചിരുന്നു. ഓ, ഈ പാവ തിരിച്ചടിക്കില്ല. തിരികെ എടുക്കൊന്നും വേണ്ട, ഒരു കാര്യം ചോദിക്കാനാ. സത്യം പറയണം, ഈ പാവ നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയേ? ഞാൻ ഹോൾസെയിലായി എടുത്തത്. കള്ളം പറയരുത്, ഞാൻ എല്ലാം അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അത് മോളെ പിന്നെ പറഞ്ഞോ, അത് ഞാൻ ആരോടും പറയില്ല. ഒരു ദിവസം ഞാൻ ഇവിടെ അടുത്തുള്ള വീട്ടിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അവിടെ ഒരു പാവ കിടക്കുന്നതായി കണ്ടു. അത് ഞാൻ വലിയ വിലയ്ക്ക് വിൽക്കാമെന്ന് വിചാരിച്ചു. അതാണ് മോളെ ഞാൻ മോൾക്ക് വിറ്റത്. സോറി മോളെ. ശരി, ട്രീ എങ്ങനെ എൻ്റെ കയ്യിൽ വന്നു എന്നുള്ള മറുപടി കിട്ടി. ഇനി കണ്ടുപിടിക്കാനുള്ളത് ലിയ എങ്ങനെ മരിച്ചു എന്നുള്ളതാണ്. അതിനാണ് ഇനി ഞാൻ അടുത്ത പോകുന്നത്. ഇനി ഞാൻ ആ ലിയയുടെ വീട് കണ്ടുപിടിക്കണം. ഇതന്നെയാണെന്നാ തോന്നുന്ന വീട്. കയറി നോക്കാം. ആരെങ്കിലും ഉണ്ടോ?